എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വൈകുന്നേരമായിട്ട് വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് മക്കളെയൊക്കെ പഠിപ്പിക്കാനിരുത്തു, വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം പഠിക്കാനിരിക്കുക. അപ്പോൾ പഠിക്കലും കളിയും എല്ലാം കൂടി നടക്കുകയാണ് അവിടെ. അന്നപ്പോൾ വെച്ച് നാളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ കുറച്ച് പുളി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ചെറിയ സിമ്പിളായ ഒരു പുളീൻ്റെ റെസിപ്പിയാട്ടോ, പുളി ഇഞ്ചിയുടെ റെസിപ്പിയാണ്. അപ്പോൾ കുറച്ച് ഇഞ്ചി എടുത്ത് വറുത്തു, നല്ല വെളിച്ചെണ്ണയിൽ എടുത്ത് വറുക്കുക. അതുമാതിരി തന്നെ ചെറിയുള്ളി എടുത്ത് വറുത്തു മാറ്റി വെച്ചു, ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചു. പിന്നെ അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ മൂപ്പിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കടുക് ഇട്ടു, വറ്റൽമുളക്, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മസാല, മല്ലിപ്പൊടി, ഉപ്പ്, കുറച്ച് പുളിയും കൂടി പാർന്ന് നല്ലോണം തിളപ്പിക്കുക. ഒരാണ് ശർക്കര ഇട്ടു. അപ്പോൾ നേരത്തെ മാറ്റി വെച്ച ഇഞ്ചി നല്ലോണം ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുക. വെള്ളം ചേർക്കാതെ അരയ്ക്കണം കേട്ടോ. അപ്പോൾ അതും ഈ ഒരു പുളിവെള്ളത്തിൽ കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറുക്കാൻ വെക്കുക. അപ്പോൾ ഇപ്പോൾ ഇടുന്ന പൊടി എന്ന് വെച്ചാൽ ഉലുവപ്പൊടിയും അരിപ്പൊടിയും കൂടി വറുത്ത് പൊടിച്ചതാണ്. അപ്പോൾ ഏകദേശം പുളി വെള്ളം തിളച്ചോളും. അപ്പോഴത്തേക്ക് സമയം 10 മണിയായി. ബാക്കി പണികളൊക്കെ ഉണ്ട്. പാത്രമൊക്കെ കഴുകി വെക്കാനുണ്ട്. രാത്രിത്തെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ പാത്രങ്ങളും ഒക്കെ ഒതുക്കി പെറുക്കുന്ന പണിയുണ്ട്. അപ്പം ഞാൻ എന്ന് വെച്ചാൽ എല്ലാം ഒതുക്കി പെറുക്കി കഴിഞ്ഞിട്ട് ഞാൻ കിടക്കാറുള്ളൂ. അപ്പോഴേ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ ഒരു ഇതുണ്ടാവുള്ളൂ. മറ്റേ അടുക്കളയൊക്കെ അങ്ങനെ ക്ലീൻ അല്ലാതെ കിടന്നാൽ രാവിലെ ഒരു പണിയും നീങ്ങില്ല. അപ്പം രാത്രി തന്നെ ഒരുവിധം എല്ലാ പണികളും തീർത്തിട്ടാണ് കിടക്കുക. അങ്ങനെ എല്ലാം ഒതുക്കി പെറുക്കി കിടക്കുമ്പം കുറച്ച് ലേറ്റാവും. വാതിലൊക്കെ അടച്ച് ലൈറ്റൊക്കെ ഓഫാക്കി ഇനി കിടക്കാൻ പോവാണ്. അപ്പോൾ ഒന്ന് കുളിക്കണം. അപ്പോഴത്തേക്ക് കുഞ്ഞാറ്റക്കിളി ഉണ്ണിക്കുട്ടനൊക്കെ ഉറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അവരൊക്കെ ഓരോരോ സ്ഥലമുണ്ട്, അവരുടെ സ്ഥലത്തേക്കൊക്കെ നീക്കി കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ ബൈ.